ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ചക്ക വേവിച്ചതും ചിക്കൻ കറിയുമാണ്. അപ്പം എല്ലാവർക്കും ചക്ക വേവിക്കാനും ചിക്കൻ കറി വെക്കാനൊക്കെ അറിയാം. എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ വെക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് സവാള ഉള്ളിയും കൊച്ചുള്ളിയും കുറച്ച് കരിയാപ്പില, ഒരു 2-3 തണ്ട് കരിയാപ്പില ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വാട്ടി എടുക്കാം. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വാട്ടിയെടുക്കാം. അടച്ചു വെക്കുന്നത് എളുപ്പം വാടി കിട്ടാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇവിടെ എല്ലാം വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് പിരിയനും സാദായും കൂടെയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് കായം, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും മസാലയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനെല്ലാം ചുവനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇനി ഇറങ്ങും. ആ സമയം കൊണ്ട് ഇതിന് ചാറിലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു 8-10 കശുവണ്ടി പരിപ്പ് കൂടി ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി അതൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ അരച്ച കശുവണ്ടി അരച്ചു കൊണ്ടുവന്ന പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് കൂടി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൂടെ പോന്ന് പോരാത്ത ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കറി അവിടെ കിടന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചക്ക വേവിക്കാം. ചക്കയെല്ലാം നുള്ളി പറക്കി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും, 1 ടീസ്പൂൺ ജീരകവും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 8-10 ചുമന്നുള്ളിയും, 5-6 കഷ്ണം വെളുത്തുള്ളിയും, 3-4 പച്ചമുളകും കറിവേപ്പിലയുമാണ് ചക്കയുടെ അരപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചുവനെയൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായ ചക്ക ഞാനൊരു ചരുവത്തിലേക്ക് കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ചതച്ച അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ചക്ക വേവാൻ ആവശ്യമായ വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം. ഇപ്പോൾ പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി, അതിനാൽ ഇത് ഇളക്കുമ്പോൾ താഴെ പോകും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് അതിൽ കുഴച്ച് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുക്കോ ചക്ക വേവിച്ചതോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ ഒരുവിധം എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചക്ക വേവിച്ചതും ചിക്കൻ കറിയും ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറിയെല്ലാം ഇവിടെ വറ്റി റെഡിയായി ഇതാണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് എടുക്കാം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ചക്ക വേവിച്ചതും ചിക്കൻ കറിയുമായിരുന്നു. കൂടെ വേണമെങ്കിൽ ചോറും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.